വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും അതിലേറെ രുചികരവുമായ ചോക്ലേറ്റ് പേടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാ മിൽക്ക് പേടയുടെ ചെറിയൊരു വേരിയേഷനാണിത്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചോക്ലേറ്റ് പേട ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനൊരു ബൗളിലേക്ക് ആദ്യം അളവ് കപ്പിന് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയും പാൽപ്പൊടിയും പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് ചൂടുള്ള പാലെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായി മിക്സ് ചെയ്ത് പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ പഞ്ചസാര ഒരുമാതിരി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽപ്പൊടി 3 പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പല പ്രാവശ്യമായി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പാൽപ്പൊടിയെല്ലാം നന്നായി മെൽറ്റായി കട്ടകളൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് കുറുക്കിയെടുക്കണം. ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ സ്പാറ്റില വെച്ച് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 15 മുതൽ 17 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് പാകമായി കിട്ടാൻ. ഓരോ അടുപ്പിൻ്റെ ഫ്ലെയിം അനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടുപോരുന്നുണ്ട്. ഇങ്ങനെ മറിക്കുമ്പോൾ പാനിൽ ഒട്ടാതെ ഈസി ആയിട്ട് വിട്ടുപോരണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ചൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കയ്യിലെടുത്ത് ഉരുട്ടാൻ പാകത്തിന് ചൂടാറി വരുമ്പോൾ എടുത്ത് ഉരുട്ടി ഷേപ്പ് ആക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇതിനു മുൻപ് ഞാനൊരു മിൽക്ക് പേടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും ഒന്ന് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ചെറിയ 2 പീസ് പിസ്ത പീസുകൾ വെച്ച് കൊടുക്കാം കേട്ടോ. പിസ്ത പീസിന് പകരം കാഷ്യോ ആൽമണ്ടോ വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിൽ നിന്ന് ഈ സൈസിൽ 16 പേട കിട്ടും. ഇനി ഇത് ചൂടാറി സെറ്റാവുന്നതിന് വേണ്ടി 6 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.